അതാണ് നമ്മൾ അവസാനം കണ്ട പെൺകുട്ടി, നമ്മുടെ അഞ്ചലിലുള്ള പെൺകുട്ടിയുടെ മരണം ഉണ്ടല്ലോ, അതേപോലെയായിരുന്നു. പേരൻസിന് അറിയാമായിരുന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, ക്ഷമിക്കും മോളെ, നോക്ക്, ജീവിതം ഈ ജീവിതം എന്താണ്, നമുക്ക് സന്തോഷവും സമാധാനവും തരാത്ത ഒരു പാർട്ട്ണറുടെ ഒരു കുടുംബത്തിന്റെയും കൂടിയുള്ള ജീവിതം ഒരിക്കലും നമ്മളത് ഇമോഷണൽ ലേബർ ആവുകയാണ്. നമ്മളിങ്ങനെ മരിച്ച് ജീവിക്കുകയാണ് ഒരാളുടെ കൂടെ. അപ്പൊ അങ്ങനത്തെ ഒരു ജീവിതത്തിന്റെ ആവശ്യം വേണോ എന്നുള്ളത് പെൺകുട്ടികൾ അവരുടെ കുടുംബമാണ് തീരുമാനിക്കേണ്ടത്. കാരണം ഒരു പെൺകുട്ടി അത് വിട്ടു വരുമ്പോൾ അവർക്ക് കുടുംബത്തിന്റെ നല്ലൊരു സപ്പോർട്ട് വേണം. ഒരാൾ കല്യാണം കഴിച്ച് പുറത്തു പോകുമ്പോൾ അവർക്ക് അഡ്രസ്സ് വരെ നഷ്ടപ്പെടുകയാണ്. സ്വന്തം വീട്ടിലെ അഡ്രസ്സ് നഷ്ടപ്പെട്ട് ആ പെൺകുട്ടിക്ക് ഒരു ലേബൽ ഇല്ലാതാവും. അപ്പൊ തിരിച്ചു വന്നാൽ എപ്പോഴും ഒരു സ്പേസും അവരെ താങ്ങാൻ ഒരു മനുഷ്യനും അവരുടെ വാക്കുകളും ഉണ്ടെങ്കിൽ, പിന്തുണയുണ്ടെങ്കിൽ ആ പെൺകുട്ടിയുടെ ജീവിതം നന്നായിട്ട് മുമ്പോട്ടേക്കും. ഇത്രയും ക്രൂരമായിട്ട് വിഭജിക്കാനെ പിന്നെ കൊല്ലാക്കൊല ചെയ്തിട്ടും അതാണ് ഇപ്പൊ അവരുടെ അമ്മയുടെ വാക്കുകളിൽ നിന്ന് അതാണ് മനസ്സിലാവുന്നത്. ഇത്രയും ടോർച്ചർ ചെയ്യപ്പെട്ടിട്ടും ഒരുപക്ഷെ നേരത്തെ ആത്മഹത്യ ചെയ്യേണ്ട സാഹചര്യം ഉണ്ടായിട്ട് ആ പെൺകുട്ടി എന്തുകൊണ്ട് തിരിച്ചു വിളിച്ചെങ്കിൽ, നീ തിരിച്ചു വാ, നമുക്ക് കുഞ്ഞല്ലേ, ഞങ്ങളുണ്ട് കൂടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ടിന് എന്തായാലും ഈ വിഭജികയുടെ ഭർത്താവിനെ പോലത്തെ ഒരാൾ എന്തായാലും ആ കുട്ടിയെ നോക്കാൻ പോകുന്നില്ല. അവർക്ക് എന്തായാലും അങ്ങനത്തെ ഒരു ബാധ്യത ഏൽക്കാനും വയ്യ. കാരണം അവരുടെ വേറൊരു ലൈഫ് തെരഞ്ഞെടുത്തു കഴിഞ്ഞു. ഈ പെൺകുട്ടി ഇപ്പുറത്തെ വെറും ഡിപ്രഷനും വിഷമമായിട്ട് കഴിയുകയാണ്. അപ്പൊ ഇത്തരത്തിലൊരു ജീവിതം വേണ്ട എന്നുള്ളത് മാതാപിതാക്കൾ കൂടി പെൺകുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. കാരണം ഇവിടെ കുറെ ഇപ്പുറത്ത് അതേ സമയം കുറെ അച്ഛനമ്മമാരും ആൺമക്കളെ വളർത്തി വിട്ടിരിക്കുന്നത്, നിനക്ക് ഇത്ര വിലയുണ്ട്, നിനക്ക് ഇത്ര 100 അല്ല 200 പവൻ 300 പവൻ വാങ്ങാനുള്ള വാല്യൂ നിനക്കുണ്ട്, നീ രക്ഷപ്പെടേണ്ടത് പെണ്ണിന്റെ പൈസ കൊണ്ടാണ്. അങ്ങനെ ബോധം ഉള്ളിൽ കൊടുത്ത് വളർത്തുന്ന ഒരു വിഭാഗം മാതാപിതാക്കളുണ്ട്. അവരെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കണം. ഒരു 10 സ്ത്രീധന കേസുകൾ മാന്യമായി എടുത്ത് ശിക്ഷിച്ച് കാണിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. ഈ അവസാനമായിട്ട് നമ്മൾ ഡോക്ടറുടെ കേസിൽ ഒരു പെൺകുട്ടി മരിച്ചില്ല, ആത്മഹത്യ ചെയ്തില്ല. ആ കുട്ടിയുടെ പ്രതിക്ക് അവർ സുപ്രീം കോടതി വരെ പോയിട്ട് അവർ ജാമ്യം കിട്ടി. അത് നോർമൽ സാഹചര്യമാണ്. എന്നിരുന്നാലും അതൊക്കെ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഭയം ഉളവാക്കും. ഒരു പെൺകുട്ടിയെ കൊലയിലേക്ക് നയിച്ചിട്ട് അവൻ വീണ്ടും തിരിച്ചു വരികയാണ്. ഇതൊക്കെ കുറ്റകൃത്യങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള സാഹചര്യമുണ്ട്. ഇത്തരക്കാർക്ക് വീണ്ടും പെണ്ണ് കൊടുക്കാൻ ഇവിടെ മനുഷ്യരുള്ളിടത്തോളം കാലം, പെണ്ണിനൊന്നും ഈ ഏതവസ്ഥയിലും അങ്ങനെ കെട്ടിച്ചു കൊടുക്കാൻ മാതാപിതാക്കൾ ഉള്ളിടത്തോളം കാലം ഇവിടെയൊന്നും അതിനൊന്നും യാതൊരു ക്ഷാമം ഉണ്ടാകത്തില്ല. എത്ര സ്ത്രീധന മരണങ്ങളാണ് നടക്കുന്നത്, ഒരെണ്ണം പോലും നമുക്ക് മാന്യമായിട്ട് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പൊ ഇത് നിരന്തരം ആവർത്തിക്കപ്പെടും. ഇത് എത്ര നിയമം കൊണ്ട് പോലും ദുർബലം, ഈ നിയമം കൊണ്ട് പോലും നമുക്ക് ചെറുത്ത് നിൽക്കാൻ പറ്റാത്ത ഒന്നാണ് സ്ത്രീധനം. അപ്പൊ അത് അത്രയും സ്ട്രോങ് ആണെന്നുള്ളത് സ്റ്റേറ്റിന് പോലും ബോധ്യമാവുന്നില്ല. ഒരു വകുപ്പ് തന്നെ നമുക്കുണ്ട്, കോടതികൾ നമുക്കുണ്ട്, എന്നിട്ടും പെൺകുട്ടികളുടെ കൊലപാതകങ്ങളെ, ആത്മഹത്യകൾ ഇല്ലാതാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. എല്ലാ പെണ്ണും ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. അതിൽ ജാതി, മതം, സമ്പത്ത്, സാമൂഹ്യ പ്രിവിലേജ് മുന്നിൽ നമ്മൾ എല്ലാ പെണ്ണുങ്ങളും തോറ്റുപോകുന്ന സ്ത്രീധന മരണത്തിന് മുമ്പിലാണ്. കാരണം ആ കൊലപാതകവും ആ മരണവും അവിടെ മാത്രം പെണ്ണിന് ഇക്വാലിറ്റി ഉണ്ട്. അവരുടെ മരണത്തിൽ എല്ലാം എല്ലാവരും തൂങ്ങി മരിക്കുന്നു. അവിടെ മാത്രമേ നമുക്ക് ഇക്വാലിറ്റി ഉള്ളൂ. അല്ലാതെ ഈ പെണ്ണിന് എവിടെയാണ് ഇക്വാലിറ്റി ഇരിക്കുന്നതെന്നുള്ളതാണ് എല്ലാ പെണ്ണിനെ എടുത്തു വെച്ച് നോക്കുമ്പോൾ. ഇപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ നിയമത്തിൻ്റെ കാര്യങ്ങളാണ്. ഇതിപ്പോൾ ഈ കേസുകളിലെല്ലാം നമ്മൾ കാണുന്നതാണ്, ഭർത്താവ് പ്രതികളാവാറുണ്ട്. അത് അറസ്റ്റ് ചെയ്യും, കുറേ കാലങ്ങൾക്ക് ശേഷം അറസ്റ്റ് ചെയ്യും, പിന്നെ ഈ പറഞ്ഞത് മേൽക്കോടതിയെ സമീപിച്ച് ഇതിൽ ഈ കൊലപാതകം അല്ലെങ്കിൽ ഈ മരണത്തിൽ പങ്കില്ല തുടങ്ങിയ ഒരു തെളിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരെ വെറുതെ വിടുകയും ചെയ്യും. ഇത് ഈ കേസിലും ഇനി സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും. പക്ഷെ നമ്മളെപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴത്തെ പെൺകുട്ടികളൊന്നും ഇത്തരത്തിൽ പീഡനം സഹിച്ചൊന്നും നിൽക്കില്ല, അവരിറങ്ങി വരും എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും ഇങ്ങനെയുമുള്ള പെൺകുട്ടികൾ ഉണ്ട് എന്നുള്ളതല്ലേ. അത് താങ്കൾ ഈ ആദ്യം പറഞ്ഞതുപോലെ ഈ കുടുംബം അവരാണല്ലോ. ഇപ്പോൾ ഈ കേസിൽ തന്നെ അമ്മയ്ക്ക് ഇക്കാര്യം അറിയാമായിരുന്നു, പക്ഷേ ഒരുപക്ഷെ ഈ സമൂഹത്തിനെ ആലോചിച്ച് അല്ലെങ്കിൽ കുടുംബത്തെ ആലോചിച്ച് അവിടെ തന്നെ സഹിച്ച് നിൽക്കണം എന്ന് പറയാതെ പറഞ്ഞതിന്റെ ഒരു ഫലമായിട്ടല്ലേ ഈ ഒരു നഷ്ടം സംഭവിച്ചിരിക്കുന്നത്. ഞാൻ പറയട്ടെ, ഈ സമൂഹവും കുടുംബം ഉപരിയായിട്ട് ചില മനുഷ്യര് ഡീപ്പായിട്ട് അങ്ങ് സ്നേഹത്തിലാവും. ഒരു മനുഷ്യന്റെ കൂടെ അത്ര ഇഴുകി ജീവിക്കുകയാണ്. ജീവിതമാണത്, പ്രാക്ടിക്കൽ ലൈഫാണ്. അതിലേക്ക് നമ്മൾ ഒരാൾക്ക് ജീവൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ആ പാർട്ട്ണർ ഭയങ്കരമായിട്ട് നമ്മളെ ടോർച്ചർ ചെയ്യുമ്പോൾ ചില പെണ്ണുങ്ങൾ ഇത്രയും ടോർച്ചർ കിട്ടിയാലും ഇട്ടെറിഞ്ഞ് വരാൻ മനസ്സ് കാണിക്കാത്തവരുണ്ട്. ഇതൊക്കെ സൈക്കോളജിക്കൽ പ്രോബ്ലം ആണ്. നമ്മൾ ഈ എന്തോരം തിയറികളാണ് സ്കൂളിൽ പഠിപ്പിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ളതും അനാവശ്യമായിട്ടുള്ളതും ഇത്തരം ചരിത്രങ്ങളും പാഠഭാഗങ്ങളും പുസ്തകങ്ങളും എന്നൊക്കെ പഠിക്കുമ്പോൾ ആ സ്ഥാനത്തേക്ക് നമുക്ക് കുറച്ച് സമൂഹത്തിന് ആവശ്യമുള്ള നിയമവശങ്ങൾ കൂടി നമുക്കൊരു 5ാം ക്ലാസ് തൊട്ടെങ്കിലും കുട്ടികളിലേക്ക് കൊണ്ടുവരാൻ സാധിക്കണം. നമ്മളിങ്ങനെ ഒരു അടിമയായി ജീവിക്കാതെ വ്യക്തിത്വത്തെയും സെൽഫ് എസ്റ്റീമിനെയും കുറിച്ച് കുട്ടികൾക്ക് ബോധവാന്മാരാണ്. ആ സെൽഫ് എസ്റ്റീം ഇല്ലാത്തവരാണ് ഇങ്ങനെ ആത്മഹത്യ ചെയ്യാനായിട്ട് അവർക്ക് പെട്ടെന്ന് തോന്നുന്നത്. അപ്പൊ എനിക്ക് ജീവിക്കണം, ഈ സ്ത്രീധന മരണത്തിനെ മറികടന്ന് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം.
അല്ലെങ്കിൽ ആത്മഹത്യയിലോട്ട് പോയിട്ട് അവർ തിരിച്ചു വിളിച്ചവരുണ്ട്. അവരെ നമുക്ക് ഉദാഹരണമായിട്ട് ഈ സമൂഹത്തിന് മുമ്പിൽ സർക്കാർ ആദരിക്കണം. അവർ അത്തരം പെൺകുട്ടികളെ തെരഞ്ഞു പിടിച്ച് അവരുടെ ഇന്റർവ്യൂകൾ സമൂഹ മാധ്യമങ്ങളിലും ചാനലുകളിലും ചർച്ച നടക്കുന്ന എന്തെങ്കിലും പൊതുവേദികളിലൊക്കെ ഇത്തരം ഈ സാഹചര്യങ്ങളെ മറികടന്ന പെണ്ണുങ്ങളുടെ ഇന്റർവ്യൂ കൂടി നമ്മൾ എടുക്കണം. അപ്പൊ അങ്ങനെ വരുന്ന എങ്ങനെയാണ് മറികടക്കുക എല്ലാവർക്കും അത് ഫേസ് ചെയ്യാൻ പറ്റത്തില്ല. ഒരുപക്ഷെ തിരിച്ചു വന്നാൽ ഇപ്പൊ ഒരു ഷെൽട്ടർ ഹോം നമുക്ക് ആവശ്യമാണ്. ഞാൻ എന്നും പറയുന്നതാണ്, ഒരു പെണ്ണ് വീട് വിട്ട് ഇറങ്ങി വന്ന് ഇപ്പൊ സ്വന്തം എവിടെയെങ്കിലും പോകണമെങ്കിൽ അവൾക്കൊരു ഷെൽട്ടർ ആവശ്യമാണ്. ആ ഷെൽട്ടറിന് ഒരു സ്പേസ് പോലും ഇല്ലാത്തവരാണ് പെണ്ണുങ്ങൾ. ഒരു കുട്ടിയും കൊണ്ട് ഇറങ്ങി വരുമ്പോൾ നമ്മൾ എവിടെ തിരിച്ചു കയറും, എവിടെ നമ്മളെ ഹോൾഡ് ചെയ്യും, നമുക്ക് എവിടെയാണ് ഒരു സ്പേസ്? ഇതൊന്നും ഇല്ലാത്ത വരുന്നത്. അങ്ങനെ ആവുമ്പോഴാണ് മിക്ക പെൺകുട്ടികൾ ആത്മഹത്യ ചെയ്യുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു പെൺകുട്ടി 2 പെൺകുഞ്ഞുങ്ങളെ മുറിക്ക് പുറത്ത് നിർത്തിയിട്ട് അകത്ത് കയറി തൂങ്ങിയ ഒരു പെൺകുട്ടിയുണ്ട്. എനിക്ക് അങ്ങനെയുള്ളവരെ എന്താ പറയേണ്ടത്, അങ്ങേ അറ്റം പോയിട്ട് അവർക്ക് ആ കുഞ്ഞുങ്ങളെ അവർ കൊന്നില്ല, പക്ഷെ ഇനി ഒരു ജീവിതം ഇല്ലാന്ന് കരുതുന്നിടത്താണ് അവർ കയറെടുക്കുന്നത്. അപ്പൊ ആ സാഹചര്യത്തിൽ നമ്മളെ തിരിച്ചു പിടിക്കാനായിട്ട് നമുക്കൊരു മനോബലം ആവശ്യമാണ്. അത് നിയമത്തിന്റെ പിൻബലമാണ്. നിനക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്നൊരു സ്റ്റേറ്റ് കൊടുക്കുന്ന ഒരു ഉറപ്പാണ്. ഇവിടെ ജനിച്ചു വളരുന്ന ഓരോ പെൺകുട്ടിക്കും സ്വതന്ത്രമായി ജീവിച്ച് സമാധാനമായി മരിക്കാനുള്ള ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടെന്നുള്ളത് ബോധ്യപ്പെടുത്തിക്കൊണ്ടത് നിയമവും കോടതിയും സാമൂഹ്യ വ്യവസ്ഥകളും നമ്മുടെ സ്റ്റേറ്റുമാണ്. ഈ സമൂഹത്തെ നോക്കിയിരുന്നാൽ നമുക്ക് ഒരിക്കലും ജീവിക്കാൻ സാധിക്കില്ല. സമൂഹം അങ്ങനെയാണ്, എപ്പോഴും മറ്റുള്ളവരെ എന്താണ് നെഗറ്റീവ് അവർ പഴിചാരിക്കൊണ്ടേയിരിക്കും. അവർ നമ്മളെ ജീവിക്കാൻ അനുവദിക്കില്ല. പക്ഷെ ഈ അത്തരം ഒരു സമൂഹത്തെ, ഒരു ടോക്സിക് സൊസൈറ്റിയെ പോലും മറികടക്കാനുള്ള ഒരു ധൈര്യം നമ്മൾ ഉള്ളിൽ ഉണ്ടാക്കിയെടുക്കണം എന്നുള്ളത്. അത് നമ്മൾ പഠനത്തിലൂടെ നമുക്കത് സാധിക്കും. നമ്മളത് ആർജിച്ചെടുക്കാനേ നമുക്ക് സാധിക്കും. മറ്റൊരാൾ പറഞ്ഞു തരുമ്പോഴേ നമുക്കത് ഉൾക്കൊള്ളാനും സാധിക്കും. കുറെ പേർക്ക് സ്വയം ഉണ്ടാവും, പക്ഷെ ഇതിനൊന്നും ഒരു സോഷ്യൽ ചുറ്റുപാട് ഇല്ലാത്ത മനുഷ്യരുണ്ടാവും. അച്ഛന്റെ അമ്മയുടെ സ്നേഹം മാത്രം കിട്ടി വളർന്ന് പിന്നെ അവർ പഠിച്ച് അവരൊരാളുടെ പുരുഷന്റെ വീട്ടിലോട്ട് പോയി അവിടെ എത്തുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ആ ടോർച്ചർ സഹിക്കാൻ സാധിക്കില്ല. അപ്പൊ ജീവിതം എന്താണെന്നും സാമൂഹ്യ ജീവിതം എന്താണെന്നും അവർക്കൊരു ഒരു അറിവ് വേണം. ആ അറിവ് നമ്മൾ ആർജിച്ചെടുക്കേണ്ടതുണ്ട് വിവാഹത്തിന് മുമ്പേ തന്നെ. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.